ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളും സഹനങ്ങളും ഈ വചനത്തെ മുറുകെ പിടിച്ച് യേശുവിൻ്റെ കുരിശിൻ്റെ വഴി അനുഗമിക്കുമ്പോൾ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ആശ്വാസവും സ്നേഹവും തണലും സാന്ത്വനവുമാകുവാൻ നമുക്ക് സാധിക്കും. ഓരോ ജീവിത കുരിശുകളും നമ്മുടെ ദൈവകൃപാവരം സ്വീകരിക്കുവാനുള്ള അഭിഷേകത്തിൻ്റെ അൾത്താരയാക്കി മാറ്റുവാനുള്ള പരിശുദ്ധാത്മ കൃപാവരത്തിനായി പ്രാർത്ഥനകൾ നമുക്ക് ഉരുവിടാം. പരിശുദ്ധ പാപ്പായുടെ നോമ്പുകാല വിചിന്തനം നമുക്കിപ്പോൾ അനുസ്മരിക്കാം. നോമ്പുകാലം എന്നത് വെറും പ്രാർത്ഥനയോ പരിത്യാഗ പ്രവൃത്തികളും മാത്രമല്ല, മുറിവുകളും വേദനകളും അനുഭവിക്കുന്ന മറ്റു മനുഷ്യരുടെ ഹൃദയങ്ങളെ തഴുകുന്ന സ്നേഹവും കരുണയും അനുകമ്പയുമാകുന്ന സ്നേഹതൈലം പുരട്ടുവാൻ നല്ല സമരക്കാരനാകുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.